നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ? എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത്. ഉറപ്പായും പണി കിട്ടും. നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ, ഡിസ്പ്ലേ ചേഞ്ച്, ബാറ്ററി ചേഞ്ച്, ബോർഡ് സർവീസ്, ബോർഡ് സ്വാപ്പിംഗ്, അൺനോൺ പാർട്ട് മെസ്സേജ്, അങ്ങനെ 99% ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സോൾവ് ചെയ്ത് തരുന്നുണ്ട്. മാത്രമല്ല 30 ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ്. കൊച്ചി നഗരസഭ 20ാം ഡിവിഷൻ മാനവികം പള്ളുരുത്തിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടന്നു. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ 20ാം ഡിവിഷനും മാനവികം പള്ളുരുത്തിയും സംഘടിപ്പിച്ച പ്രതിഭാ സംഗമവും പുരസ്കാര വിതരണവും മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മക്കൾ പേരക്കുട്ടികളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ കാണാൻ പറ്റാത്ത ആളുകളൊക്കെ ലൈവായിട്ട് കാണാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് നമ്മുടെ നാട്ടിലൊരു കാര്യത്തിന് നമ്മൾ അനുമോദിക്കുമ്പോൾ ഒരു പ്രത്യേകത. അതുകൊണ്ട് ആദ്യമായി വളരെ ഭാവനാസമ്പന്നമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പരിപാടികൾ ഇത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ വീട്, വിനോദയാത്ര, നമ്മുടെ സിനിമയിലുണ്ട് വിനോദയാത്ര, ഈ കൗൺസിലർമാരെ നമ്മുടെ വിനോദയാത്ര എന്ന് പറഞ്ഞാൽ. അധ്യാപിക സുലഭ ഷാജി സ്വാഗതം പറഞ്ഞു. കൗൺസിലർ PS ബിജു അധ്യക്ഷത വഹിച്ചു. എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ സുനിൽ മാത്യു, നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ശ്രീജിത്ത് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. നമ്മൾ കുറേയേറെ ആളുകൾ പലപ്പോഴും വേണ്ടത്ര പരിഗണന കിട്ടാതെ പോകുന്ന, അല്ലെങ്കിൽ അവരുടെ കഴിവിനെ അംഗീകരിക്കാൻ കഴിയാത്ത സമൂഹം നമുക്കൊരിക്കലും അത് ചേർന്നതല്ല. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ളവരെ ആദരിക്കുക, അവരുടെ കഴിവിനെ മാനിക്കുക എന്നത് പ്രധാനമാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ അന്ന് ആദരിച്ചവരിൽ ഉൾപ്പെടാത്തവരെ. കൗൺസിലർ PR രചന പുരസ്കാര വിതരണം നിർവഹിച്ചു. സാഹിത്യകാരൻ MV ബെന്നി, സ്മിത അലോഷ്യസ്, മാധ്യമപ്രവർത്തകൻ VP ശ്രീലൻ, ഫാദർ വർഗീസ് പള്ളിപ്പറമ്പിൽ, എഴുത്തുകാരൻ അബ്ദുള്ള മട്ടാഞ്ചേരി, CR ബിജു, പ്രസന്ന പ്രദീപ്, KM മധു തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങളിപ്പോൾ തെറ്റായ വഴിക്ക് പോകുന്നു അല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഇതുവരെ നിങ്ങൾ സഞ്ചരിച്ച വഴിയിൽ തന്നെ കുറേ കൂടി ആർജവത്തോടുകൂടി സഞ്ചരിക്കാനുള്ള ഒരു പ്രോത്സാഹനം നൽകുന്ന ചടങ്ങാണ്. തീർച്ചയായിട്ടും ഉപദേശം ഇഷ്ടമില്ലാത്ത പ്രായത്തിലുള്ള കുട്ടികളാണ്. ഉപദേശിക്കുന്നവരെ ശത്രുക്കളായി കാണുന്ന ഒരു പ്രായം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.